തൃശൂർ മരത്താക്കരയിൽ ഫർണിച്ചർ ഷോറൂമിൽ വൻ തീപിടുത്തം. പുലർച്ചെ 3:30-യോടെയാണ് തീപിടുത്തമുണ്ടായത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ? പുതിയ വിവരങ്ങൾ എങ്ങനെ സൂരജ്? ഇതുവരെയും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെ 3:30 ഈ ദേശീയപാതയോട് ചേർന്ന ഈ ഫർണിച്ചർ ഷോറൂമിന് തീ പിടിക്കുന്നത്. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. പക്ഷേ ഈ 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടും ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് വ്യക്തമല്ല. വലിയ രീതിയിൽ പുക ഉയർന്ന തീ ആളിക്കത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് ആളിപ്പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫർണിച്ചർ ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴും തൃശ്ശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ അരികിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് ദേശീയപാതയിലും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പാലിയേക്കര കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഫർണിച്ചർ ഷോറൂം. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമല്ല. പക്ഷേ പുലർച്ചയോടുകൂടി വലിയ രീതിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. ഈ വിവരം പ്രദേശവാസികൾ തന്നെ പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തുന്നത്. പക്ഷേ വലിയ തീപിടുത്തമായതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചു. പക്ഷേ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. മണിക്കൂറുകൾ പിന്നിടുന്നു. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമമാണ് തുടരുന്നത്. ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴിച്ച് തീ കെടുത്തിയാൽ പോലും വീണ്ടും തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ടി കെ സൂരജ്, പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ ആളുകളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമീപത്തെ കടകളിലേക്കോ ബിൽഡിങ്ങുകളിലേക്കോ മറ്റോ തീ പടരുന്ന സാഹചര്യമോ മറ്റോ ഉണ്ടോ സൂരജ്? നിലവിൽ അത്തരത്തിൽ ആശങ്കയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഷോറൂം വലിയ ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടായിരിക്കുന്ന തീപിടുത്തം വലിയ തീപിടുത്തമായി തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം അത്ര വലിയ ഷോറൂമാണ്, ചെറിയ ഷോറൂം അല്ല. അതുകൊണ്ടാണ് ഈ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും 3:30-ക്ക് തീപിടുത്തം ഉണ്ടായതാണ്. ഇപ്പോൾ 2 മണിക്കൂറിലധികം പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും ഈ തീ നിയന്ത്രണ ആക്കാൻ കഴിയാത്തതിന് കാരണവും അത് തന്നെയാണ്. ഈ ഷോറൂമിനകത്തേക്ക് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ എത്തിയ സമയത്ത് ഈ ഷോറൂമിനകത്തേക്ക് കയറാൻ പോലും വലിയ രീതിയിൽ പുകയും തീയുമായിരുന്നു. പിന്നീട് തുടർച്ചയായി 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഈ ഷോറൂമിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെള്ളമടിച്ച് തീ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് ഇതിന്റെ മുൻവശത്തു കൂടി അകത്തേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ അഗ്നിരക്ഷാസേന അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഫർണിച്ചർ ഷോറൂമിൽ ഉണ്ടായിരിക്കുന്നത്. അത്രമാത്രം ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ 3:30-യോടുകൂടിയാണ് ഈ ഫർണിച്ചർ ഷോറൂമിൽ നിന്ന് ഈ തീയും പുകയും ഉയരുന്നത്. ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അവർ തൃശ്ശൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. പക്ഷേ അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിൽ പോലും വലിയ അഗ്നിബാധ ആയതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇപ്പോഴും 2 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയായി തുടരുന്ന കാര്യം. ടി കെ സൂരജ്, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് ഫയർഫോഴ്സ് വിലയിരുത്തുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള നീക്കങ്ങളോ മറ്റോ ഉണ്ടാകുന്നുണ്ടോ? ഈ പുലർച്ചെ 3:30 ആയതുകൊണ്ട് അധികം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വളരെ പെട്ടെന്ന് അത് വരില്ല. എങ്കിലും തീയണയ്ക്കാനുള്ള ശ്രമം പരമാവധി വേഗത്തിൽ തന്നെ ഈ അപകടം നടന്ന് ഉടനെ തന്നെ തുടങ്ങി. എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് സൂരജ്? ഈ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ തീ ആളിക്കത്തുന്ന സമയത്താണ് ഈ ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ആ സമയത്ത് ഈ ദേശീയപാതയാണ്, അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധയിലാണ് ഇത് ആദ്യം പെടുന്നത്. പിന്നീട് ഇവർ തന്നെയാണ് ഈ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയെങ്കിൽ പോലും വലിയ അഗ്നിബാധയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഷോറൂമിനകത്തേക്കൊന്നും തന്നെ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ആരംഭിച്ചത്. പക്ഷേ വലിയ രീതിയിൽ അത് ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ്, മരത്തടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സോഫകൾ അങ്ങനെയുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാകാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ
വിധേയമാക്കാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണുള്ളത്. കാരണം ഇപ്പോൾ ഈ ഫർണിച്ചർ ഷോറൂമിനകത്തേക്ക് ഇവർക്ക് പ്രവേശിച്ച് തീ കെടുത്താനുള്ള ഒരു ഇതിലേക്ക് ഈ നിയന്ത്രണ വിധേയമാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ ഫർണിച്ചർ ഷോറൂമിൽ ഉണ്ടായിട്ടുണ്ട്. 2 മണിക്കൂറിലധികം തീ കത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ദേശീയപാതയോട് ചേർന്ന കടയാണ്, ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത ദേശീയപാതയിലും അനുഭവപ്പെടുന്നുണ്ട്. ടി.കെ. സൂരജ്, ഈ ഫർണിച്ചർ കടയുടെ അകത്തേക്ക് കടന്ന് തീ അണയ്ക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ പുറത്തു നിന്ന് ഇപ്പോഴും വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുക എന്നുള്ള നടപടിയിലാണോ ഈ ഫയർഫോഴ്സ് ഉള്ളത്? കാരണം വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ ഷോറൂമുമാണ്. ഫർണിച്ചറുകളാണ് അതിനകത്തുള്ളത്, സോഫകൾ. നമുക്കറിയാം, വളരെ പെട്ടെന്ന് തീ പടരാനുള്ള സാഹചര്യമുണ്ട്. തീ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയുന്നതിനും വെല്ലുവിളി നേരിടുന്ന നിലയുണ്ടാകും. സമീപത്തൊക്കെ ബിൽഡിങ്ങുകളുണ്ടോ സൂരജ്? അത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഈ തീപിടുത്തം ഉണ്ടായി അങ്ങോട്ടേക്ക് യൂണിറ്റ് എത്തുന്ന സമയത്ത് ഈ ഇപ്പോ വരുന്ന വിവരം, ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിച്ചു, 5 യൂണിറ്റ് ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു അധിക യൂണിറ്റ് കൂടി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. തീ നിയന്ത്രണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഫയർഫോഴ്സുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 3:30 ഇങ്ങനെ ഒരു വിവരം കിട്ടി അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ ഷോറൂമിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തീ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തു. തുടർച്ചയായി ഈ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുറത്തു നിന്നാണ് ഇവർ ആദ്യഘട്ടത്തിൽ ഈ വെള്ളം പമ്പ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഈ അകത്തേക്ക് പോലും, അതായത് മുൻവശത്തു കൂടി അകത്തേക്ക് പോലും ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതിന്റെ സൈഡ് വശത്തുണ്ടായിരുന്ന ജനലുകൾ അടക്കം ആദ്യഘട്ടത്തിൽ ഇതിനകത്തേക്ക്, ഷോറൂമിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാണ് അഡീഷണൽ യൂണിറ്റുകൾ അടക്കം, അതായത് അകത്തേക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ അധിക യൂണിറ്റുകൾ, ഇപ്പോൾ തന്നെ ഒരു യൂണിറ്റ് അധികം എത്തിച്ചിരിക്കുന്നു. അങ്ങനെ 5 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ അഗ്നിരക്ഷാ സേനയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അല്പസമയത്തിനകം ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ്. തീ നിയന്ത്രണ വിധേയം എന്നുള്ളതാണ് ടി.കെ. ഏറ്റവും പുതിയ വിവരം. തീ നിയന്ത്രണ അഗ്നിരക്ഷാ സേന അറിയിക്കുന്നുണ്ട്. ഈ ദേശീയപാതയോട് ചേർന്നുള്ള വലിയ ഷോറൂമാണ്, അതിനാണ് ഈ തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ 3:30 എന്തായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. തീ നിയന്ത്രണ വിധേയം എന്ന് ഇപ്പോൾ അഗ്നിരക്ഷാ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ടി.കെ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തൃശൂർ മരത്താക്കരയിലാണ് ഫർണിച്ചർ ഷോറൂമിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3:30 ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിലെത്തുകയും പിന്നീട് ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി, അങ്ങനെ 5 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നത്. പുലർച്ചെ 3:30 ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ശ്രദ്ധയിലേക്ക് വന്നില്ല. പക്ഷേ ദേശീയപാതയുടെ സമീപത്തായതിനാൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയുമായിരുന്നു. അവർ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഫർണിച്ചർ ഷോറൂമാണ്. വലിയ ഫർണിച്ചറുകൾ, അതുപോലെ സോഫകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന നിലയാണ് ഉണ്ടായത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്.